അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത് നീ ഇപ്പൊ നീ എന്താ കറക്റ്റായിട്ട് റിവ്യൂ പറയാതെന്ന് അമ്മത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുള്ളൂ. നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെ എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയും പേരുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അതാ അത്രയേ ഉള്ളൂ റിവ്യൂന്റെ കേസിൽ. സിമ്പിൾ അല്ലേ? റിവ്യൂന്റെ കേസ് നീ ഒരാളെ വിശ്വസിച്ചില്ല, റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോകുന്നത്? ചിലപ്പോ നിന്റെ കേസല്ല. അപ്പൊ പിന്നെ അത്രയുള്ളൂ അതുപോലത്തെ. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കുക എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട്? ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കും. റിവ്യൂ അടിസ്ഥാനമായിട്ട് റിവ്യൂ എന്തിനാന്ന് എനിക്ക് അറിയാമോ? എന്തിനാ ഇതെല്ലാം നീ ചോദിച്ചെന്ന് വെച്ചാൽ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തതാണ് ചോദിച്ചത്. പിന്നെ നമ്മൾ OTT-യുടെ കേസ് നീ ചോദിച്ചാല് OTT-യിൽ വരുമ്പോഴാണ് കറക്റ്റായിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയുമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലായില്ല. അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT-യിൽ, അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് ഞാൻ OTT-ൽ വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഡിസ്കഷനിൽ ഞാൻ എനിക്കൊന്ന് അശ്വനിന്റെ അടുത്ത് അതിനടുത്ത് തന്നെ സംസാരിക്കുന്ന ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വനെ പറഞ്ഞു ആരെ ഇത് റിവ്യൂ പറയട്ടെ. അവൻ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണും, തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ്. അത് ചില സാധനങ്ങൾ അതിനെ കണ്ടാൽ മാത്രമേ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോഹനിലൂടെ ഒരു മാസത്തിലൂടെ കാണുന്ന ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് കാണുന്ന സമയത്ത് നമുക്ക് എല്ലാം ചിലപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും നമ്മളെ 2-3 ദിവസം എടുത്തിട്ടുള്ള പല സിനിമകൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തത്? നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാർക്ക് പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണ്ട.